രാമവില്യം കളിയാട്ടം ഒരു ദിവസത്തെ അന്നദാനം തൻ്റെ വകയെന്ന് ഗോകുലം ഗോപാലൻ. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. രാമവില്യം കഴകത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ ഒരു ദിവസത്തെ അന്നദാന ചിലവ് എത്രയാണെന്ന് തനിക്കറിയില്ലെന്നും അതെത്രയായാലും താൻ സന്തോഷത്തോടെ നൽകുമെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. പെരുങ്കളിയാട്ട വേദിയും കലവറയും അന്നദാന പന്തലും ചുറ്റിക്കറങ്ങി കണ്ട ശേഷം സാംസ്കാരിക സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ നിങ്ങളെപ്പോലെ ഒരു ഭക്തൻ മാത്രമാണ്. കൂടുതൽ ഉപദേശിക്കാനോ പറയാനോ എനിക്കറിയില്ലെങ്കിലും ഞാൻ നല്ലൊരു ഭക്തനാണ്. സ്നേഹിക്കാൻ കഴിയുന്ന, ഓരോരുത്തരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് എനിക്കുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു സ്വീകരണം, ചിരിച്ച മുഖത്തോടുകൂടി എല്ലാവരും തന്നെ സ്വീകരിച്ചപ്പോൾ ഏതോ ഒരു ആത്മീയ, ഒരു പ്രത്യേക ലോകത്തിലെത്തിയ മാതിരി എനിക്ക് തോന്നി. വളരെ സന്തോഷം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്ന് കഴിഞ്ഞാലും പയ്യന്നൂർ വന്നൊരു കലാകേന്ദ്രമായിട്ടാണ് ഞാൻ അറിയുന്നത്. ഒരു കലാകാരന്മാരുടെ കേന്ദ്രം. സമൂഹത്തിൽ കുട്ടികളുടെ ഇടയിൽ വളർന്നുവരുന്ന മയക്കുമരുന്നുകളുടെ വ്യാപനം ഏറെ ആശങ്കയോടെയാണ് കാണുന്നതെന്നും കുടുംബത്തിൽ ആത്മീയത കുറയുന്നതും രക്ഷിതാക്കളുടെ അശ്രദ്ധയും ഇതിന് കാരണങ്ങളാവുന്നുണ്ടെന്നും അടുത്ത തലമുറയെ രക്ഷിക്കാൻ നാം ഓരോരുത്തരും ജാഗരൂകരാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എനിക്കൊന്ന് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമുക്ക് ആത്മീയമായ ബോധം ഉണ്ടായിരിക്കണം. ആത്മീയമായ ബോധം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ഷേത്രത്തിൽ നമുക്ക് ആത്മീയത ഉണ്ടെന്ന്. ആത്മീയം എന്ന് വെച്ചാൽ ഞാൻ ആരാണെന്ന് ഞാൻ അറിയണം. ഇത് മാത്രമാണ്. ഞാൻ ആരാണെന്ന് ഞാൻ അറിഞ്ഞാൽ ആത്മീയ ബോധം ഉണ്ടായില്ല. ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, എവിടത്തേക്ക് പോകുന്നു, എനിക്കെന്തെങ്കിലും ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ, എന്ത് ദോഷങ്ങൾ ചെയ്താലും ഇതൊക്കെ ഒരു രേഖപ്പെടുത്തുന്ന ഒരു ശക്തി, നമ്മൾ രേഖപ്പെടുത്തുന്ന ഒരു ശക്തി മേലെ ഉണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ അന്നദാനമാണ് അതുകൊണ്ട് ആ അന്നദാനത്തിന് ഇപ്പോൾ എല്ലാം കഴിഞ്ഞെന്ന് അവിടെ തോന്നുന്നു അല്ലേ? നാളെയുണ്ട്. ഒരു ദിവസം അന്നദാനത്തിൻ്റെ കാശ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഞാനത് ചെയ്യാം. കാരണം ഇത് ഏറ്റവും കാര്യം, നമ്മളിവിടെ വന്ന് സ്നേഹത്തിൻ്റെ കാര്യം കുറേ പ്രസംഗിച്ച് പോയോ അല്ലെങ്കിൽ വലിയ തെത്തുമ്പത്തെ കാര്യമില്ല. നമ്മളാലുള്ള ഒരു മാനസികമായി ഞാൻ എൻ്റെ കുടുംബത്തിന് അനുഭവിക്കുന്ന ഒരു കാര്യം എൻ്റെ ജനങ്ങളുമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, അവരുടെ കൂടെ തന്നെ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായിട്ടുണ്ടാകും എന്നൊരു വിശ്വാസം. അതുകൊണ്ട് എൻ്റെ ഈ പ്രാർത്ഥനയും നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ഇത് ഔപചാരികമായി ഇത് ഇന്നും 25 വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുക. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സ്നേഹങ്ങളും എന്നും ഈ നാട്ടിനോടുണ്ടാകണം. ഈ ഐശ്വര്യപൂർണമായ ഈ ആത്മീയ ഭൂമിയിൽ എപ്പം നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സംഘാടക സമിതി കൺവീനർ PV കണ്ണൻ മാസ്റ്റർ സ്വാഗതവും ചെയർമാൻ KV ഗംഗാധരൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ സോണി സെബാസ്റ്റ്യൻ, MP ജോസഫ്, PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ഡോക്ടർ VPP മുസ്തഫ, TV ഷിബിൻ, KV അമ്പുകുഞ്ഞി, K സുധാകരൻ, V സുധാകരൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. MK അനിൽകുമാർ നന്ദിയും പറഞ്ഞു. കീഴ്ഘടക ക്ഷേത്രങ്ങളിലെ 600ഓളം വനിതകൾക്ക് മെഗാ തിരുവാതിര അഭ്യസിപ്പിച്ച അനുപമ നിധിനെയും മറ്റു സാംസ്കാരിക ആധ്യാത്മിക പരിപാടികൾക്ക് നേതൃത്വം നൽകിയ വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും വേദിയിൽ വെച്ച് ഉപഹാരങ്ങൾ കൈമാറി. കളിയാട്ട ചടങ്ങുകളുടെ മനോഹരമായ ഫോട്ടോകൾ അപ്പപ്പോൾ പകർത്തി മാധ്യമങ്ങൾക്കും മറ്റും കൈമാറുന്ന ഫോട്ടോഗ്രാഫർ വിജയൻ ഒളവറയെയും മീഡിയ കമ്മിറ്റി സന്ദർശിച്ച ഗോകുലം ഗോപാലൻ കമ്മിറ്റിയുടെ ഉപഹാരം കൈമാറി അനുമോദിച്ചു. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലൂട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.